ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഇന്ന് ജിമ്മിൽ പോയി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അല്ല മധു? സോ ഞങ്ങൾ അങ്ങനെ ജിമ്മിലൊക്കെ എത്തി. ഇനിയിപ്പോ നമ്മുടെ വർക്കൗട്ടൊക്കെയാണ് മേലിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം മധു, നമ്മൾ മാധുവിന്റെ ട്രെയിനറിനാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. മാധുവിന്റെ ട്രെയിനർ ഇപ്പൊ ആക്ച്വലി ഒരാളെ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, മാധുവിന്റെ ട്രെയിനറാണ് ഇത് ഇപ്പൊ ഇവിടെ ചെയ്തോണ്ടിരിക്കണേ. ട്രെയിനിങ്ങിലാണ് അവിടെ ആക്ച്വലി. അതൊക്കെ കോൺഷ്യസ് ആണോ? മാധു അത് പറ. എനിക്ക് പ്ലാൻ ചെയ്യണം മധുവിന് ആക്ച്വലി ബുക്കിൽ നോട്ടൊക്കെ ചെയ്ത് വൺ പ്ലാനിങ്ങിലാണ്. ഇതേ ഇപ്പൊ അങ്ങനെ അൻഷാദൊക്കെ ഫ്രീ ആയൊക്കെയാണ്. അൻഷാദൊക്കെ പറ മാധുവിനെ പറ്റി. എന്നെ പറ്റി രണ്ട് വാക്ക്. മൈക്കൊക്കെ താഴെ ഇട്ടേക്കാണ്. എന്ത് പറയാനാണ്, ഞങ്ങളുടെ ജിം ആക്ച്വലി കാണിച്ചു തരാം. ഇതാണ് ആക്ച്വലി നമ്മുടെ ജിമ്മ്. അപ്പം അത്യാവശ്യം കിടിലൻ ജിമ്മാണ്, പ്രീമിയം ജിമ്മാണ്. നമ്മുടെ പറവൂർക്കാലുള്ള ജിമ്മാണ്. ക്രോസ് ഫിറ്റ് എന്നാണ് ജിമ്മിന്റെ പേര്. അതാണ് എന്റെ ട്രെയിനർ വിഷ്ണു. വിഷ്ണു ബ്രോ വന്നേ, ചോദിക്കട്ടെ, പറ എന്നെ പറ്റി പറ. സഞ്ജു ഇപ്പം ഒരു 10-15 ദിവസമായിട്ട് എൻ്റെ കൂടെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവന് എന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹത്തിലൊക്കെയാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണത്. ഇപ്പം പുള്ളി ഡയറ്റൊക്കെ എടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് വർക്കൗട്ട്, ലെഗൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നല്ല രീതിക്ക് ലെഗൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ എന്തായാലും പുള്ളിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതെ, അപ്പൊ ഞാൻ എന്തായാലും ഒരു നല്ല ട്രാൻസ്ഫോർമേഷൻ എന്തായാലും ചെയ്ത് ഞാൻ കാണിച്ചിരിക്കും. അതിന്റെ വർക്കൗട്ടൊക്കെ കാണിച്ച് അതൊക്കെ എഴുതി കൊടുക്കുകയാണ്. അത് ഇന്നിനിപ്പം നോമ്പൊക്കെ ആയിട്ട് എല്ലാരും നോമ്പിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കണേ. അവിടെ ഒടുക്കാത്ത തിരക്കായിരിക്കൂലോ. അപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് എന്നാ പോയി നോക്കിട്ട് വരാമൊക്കെ. മധു വർക്കൗട്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണം. മധു വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ടൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഞാനിപ്പോ ഇതിലെങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് 3 സെറ്റ്സ് ഉണ്ട്. അപ്പൊ ആ വെയിറ്റ് എത്ര എടുത്തു, അത് എത്ര റെപ്പ് എടുത്തു, അങ്ങനെ. ബിക്കോസ് ഇത് ഫോണിൽ നമുക്ക് നോട്ട് ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇഷ്ടം സിസ്റ്റമാറ്റിക് ആയിട്ട്. ഫോണാകുമ്പോ ഇനി ഇവിടെ കൂടെ ഇനി ഫോൺ നോക്കി പിന്നെ ഞാൻ സ്ക്രോൾ ചെയ്തെല്ലാം റീലും കണ്ടിരിക്കും. ബെറ്റർ ഇതാ നല്ലത്. ബെറ്റർ അതായിരിക്കുന്നത് നല്ലത്. എല്ലാരും അങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ജിമ്മിലെ മെയിൻ ട്രെയിനേഴ്സ്. വിഷ്ണു, അൻഷാദ്, അനീസ്, കുറച്ച് പിന്നെ 2-3 പേരുണ്ട്. ഒരാള് ലീവാണ്, പിന്നെ ഒരാളോടൊപ്പം ഉറങ്ങുന്നുണ്ട്. അത് ആക്ച്വലി ആൾക്ക് വയ്യ, അതുകൊണ്ടാണ്. കുറച്ച് ക്ലൈൻസ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ. ഇന്നിപ്പോ രാവിലെയാണ്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ എന്തായാലും വർക്കൗട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനൊരു സൂത്രം കാണിച്ചു തരട്ടെ. കാണിച്ചോട്. ഇതാണ് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോ. അവിടെ ഇത് അത് എന്ത് തോന്നുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ട്രാൻസ്ഫോം ആയാലും? എന്ത് ചെയ്യാന്, ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും ഹാപ്പിയാണ്. ഞാൻ ഇന്നലെ വീട്ടില് എല്ലാരും കാണിച്ചപ്പോ വന്നായിരുന്നു. സോ ഇനിയും ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതേപോലെ ഇനി വർക്കൗട്ട് ചെയ്യണം. എന്റെ വർക്കൗട്ട് സ്റ്റിൽ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാര്യം എന്റെ ട്രെയിനർ ഫുഡ് കഴിക്കാൻ പോയേക്കാം. ആളിപ്പോ വരും, എന്നിട്ടായിരിക്കും എന്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ മാധുവിൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ടായി. അൻഷാദക്ക അങ്ങനെ വന്നു. അപ്പം നമുക്ക് അൻഷാദക്കായിട്ട് തന്നെ ചോദിക്കാം. അൻഷാദക്ക, എന്താണ് മാധുവിന്റെ ഒരു ഇതില്? അത് നമ്മള് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനർ, അവൻ തിരിച്ചു പോവാണ്. അതും ട്രെയിനറാണ്, അതും തിരിച്ചു പോവാണ്. ഓക്കെ, ബൈ.
7. അപ്പം അൻഷാദ് കവറാം ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താ തോന്നണേ? അൻഷാദിക്കാണല്ലോ മാധുവിന്റെ ഫുൾ ടൈം 1-to-1 ആയിട്ട് ചെയ്തോണ്ടിരുന്നത്. മാധു ഓവർ വെയിറ്റ് ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ ഇതുപോലെ ബോഡി ഒന്ന് ചേഞ്ച് ആക്കി ഇനി ഞങ്ങളൊരു മസിൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് അല്ലെ? കുറച്ച് സ്ട്രെങ്ത് ചെയ്യാൻ ബോഡി ആക്കാം. ഒരു 30 days ചലഞ്ച് അല്ലെ? 30 days കൊണ്ടപ്പോ മാധു സെറ്റ് ആവുന്നാണ് പറയണേ. അതെ. സെറ്റ് ആവൂലേ? പിന്നെ ആവൂലേ? ഫൈനലി എന്റെ ട്രെയിനർ ജോയിൻ ചെയ്തേക്കാണ്. അപ്പൊ നമ്മള് ഇന്ന് എന്താണ് ചെയ്യാൻ പോണേ? ഇന്ന് ചെസ്റ്റും ഷോൾഡറും ട്രൈസും 3 എണ്ണമാണ് അപ്പൊ ഒരുമിച്ച് ചെയ്യാൻ പോണേ. എന്റെ അവസ്ഥ എന്താവെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കൊല്ലു ചെറുതായിട്ട് ഇന്ന് വർക്കൗട്ട് ഹെവി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ. മാക്സിമം പുഷ് ചെയ്യുക. ഒരു പുഷ് വർക്കൗട്ട്, അതായത് ചെസ്റ്റ് ഷോൾഡർ ട്രൈസ്. അതെ. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ ബാക്കി വർക്കൗട്ടിൽ കാണാം. എന്റെ വർക്കൗട്ട് ആക്ച്വലി ഏകദേശം തീരാറായിട്ടുണ്ട്. നമുക്ക് സഞ്ജുവിന്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. എന്താ ഇപ്പൊ ചെയ്യുന്നേ? ഞാനിപ്പോ ഇംഗ്ലൈൻ ചെസ്റ്റ് പ്രസ് എത്രാമത്തെ റെപ്പായി? ഇതിപ്പോ 3ാമത്തെ സെറ്റാണ് പഠിക്കാൻ പോണെ. ഏതാ വെയിറ്റ്? ഇത് 17 കിലോ. അപ്പം ആള് വെള്ളം കുടിക്കാൻ പോയേക്കാ. ഇത് വർക്കൗട്ട് ചെയ്തത് നീയും വെള്ളം കുടിക്കണത് വേറെ ആളോ? അല്ലല്ല, ആ ചേട്ടനൊപ്പം തന്നെ പാരലല് ഷോൾഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങള് ഷോൾഡറും ചെസ്റ്റും മാറി മാറി ചെയ്തോണ്ടിരിക്കുന്നത്. തോന്നുന്നു സൗണ്ട് കേട്ടിട്ട്. ആക്ച്വലി കുറെ 2-3 വർക്കൗട്ടുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് വർക്കൗട്ടാ. അപ്പം ഇതുവരെ കഴിഞ്ഞ എന്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എന്തായാലും പയ്യെ ഇറങ്ങണം. ഇതിന് കഴിക്കണം. ആക്ച്വലി ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഒരു കോഫി കുടിച്ചിട്ട് എത്ര മണിക്ക് ഇറങ്ങിയതാ? 7 മണിക്ക് 7:30 അല്ലേ? എത്ര ഭയങ്കര നേരത്തെ ഇറങ്ങിയത്. ഇപ്പൊ മണി നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അതെ. അപ്പൊ നമ്മുടെ ഈ ഇന്നത്തെ വർക്കൗട്ട് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇപ്പൊ വർക്കൗട്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ ജിമ്മിൽ ഇപ്പൊ ആക്ച്വലി ഒരാളും ഇല്ല. ഞാനും സഞ്ജുവും ട്രെയിനറും മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയുണ്ടായി വർക്കൗട്ട് ഒക്കെ? ഇന്നപ്പോ നല്ല ഹെവി വർക്കൗട്ട് ആയിരുന്നു. 3 പാർട്സിനാ വർക്കൗട്ട് ചെയ്തത്. ട്രൈസ്, ഷോൾഡർ, ചെസ്റ്റ് നല്ല ഹെവി ആയിരുന്നു. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഡെഡായി. എനിക്ക് ഇനി അടുത്ത് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനോ വേണ്ടേ. അപ്പൊ അതിനെന്തായാലും അത് ഞങ്ങള് വിചാരിച്ചു ജിം ചെയ്യുന്നതിന്റെ ഇടയിൽ വീഡിയോ എടുത്ത് പോവാം. അപ്പൊ പെട്ടെന്ന് അതും ഇതും ഒക്കെ തീരുമെന്ന് കരുതി. പക്ഷെ നല്ല ടൈമായി. എക്സ്ട്രാ ഒരു 3 hours ആയെങ്കിലേ ഉള്ളൂ മിനിമം. നല്ല വിശപ്പുണ്ട്. അല്ലാണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് അവർ മിനി ജിം ഡേ ഇൻ അവർ ലൈഫ്. അപ്പൊ സോ സ്റ്റേ ട്യൂൺഡ്. ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ.